സമയത്തും ടോം എപ്പോഴും എന്നെ ഇങ്ങനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, ഇവിടെ കൂടെ വരണം എന്നിങ്ങനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്തോ ദൈവസന്നിധിയിൽ എനിക്ക് കർത്താവ് പറയുന്നതാണ് നമ്മൾ കൂടുതൽ കേൾക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യമോ താല്പര്യങ്ങളോ, സാഹചര്യവും താല്പര്യവും ഇത് രണ്ടും വേണമല്ലോ. എന്നാൽ ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വരുന്നത്, യുഎസിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് എങ്കിലും കൂടുതൽ സമയം ഈ ആഫ്രിക്കയിലായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. കഴിഞ്ഞ വർഷം കർത്താവ് അതിന് ഒരു എന്താ പറയുക, ഒരു ട്രാവൽ ബാൻ നീക്കുന്നതെന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞു, ഓക്കെ, നൗ യു ക്യാൻ വിസിറ്റ് അതർ പ്ലേസസ് സോ ദാറ്റ് യു ക്യാൻ ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ്, യു ക്യാൻ ബി മൈ ടങ് ടു ദ പീപ്പിൾ. അപ്പം അങ്ങനെ കർത്താവ് പറഞ്ഞതുകൊണ്ടാണ്, അല്ലാതെ വേറെ കാര്യങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റു രാജ്യങ്ങളിൽ പോകാനായിട്ട് തയ്യാറായത്. കർത്താവ് അതിനുള്ള വഴികളെ പിന്നീട് തുറന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് നയഗ്ര ഫോൾസ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ ഈ സ്ഥലം കാണുമ്പോഴൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചുമ്മാട് സംസാരിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, ഇവിടെ നിന്ന് ആഫ്രിക്കയിൽ വരുന്ന നല്ലൊരു ശതമാനം ആളുകൾ കിളിമഞ്ചാരോ കാണാനാണ് വരുന്നത്. കിളിമഞ്ചാരോയുടെ അതായത് അവരുടെ ബേസിൻ്റെ 2 കിലോമീറ്റർ ഇപ്പുറത്ത് ഞാൻ 4 ദിവസം ബൈബിൾ ക്ലാസ് എടുത്തു. പക്ഷേ ഞാൻ കിളിമഞ്ചാരോ കാണാൻ പോയില്ല. അത് കാണുന്നതിനകത്ത് തെറ്റുണ്ടായിട്ടൊന്നും അല്ല, അതിനുള്ള സമയം കിട്ടത്തില്ല. നമ്മളിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ കണ്ടെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നുമില്ല, കണ്ടില്ലെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനില്ല. ഇതൊന്നും വലിയൊരു ആനകാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജെസ്സിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. ജെസ്സി ഞങ്ങളുടെ പിള്ളേരുടെ മെൻറ്ററുമാണ്. പക്ഷേ ജെസ്സിയുടെ മെൻറ്റർ ഞാനായിരിക്കും, എന്നാൽ ജെസ്സി ഞങ്ങളുടെ പിള്ളേരുടെ മെൻറ്ററായിട്ട് ഞങ്ങൾ ഒരു ചർച്ചിൽ ആയിരുന്നു. അവർക്ക് ജെസ്സി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം സംസാരിച്ചപ്പോൾ ജെസ്സി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ടോമിനെ വിളിച്ച് നോക്ക്. കാര്യം എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടത്തേയില്ല. ആരെന്നെ കൊണ്ടുവന്നോ വിളിച്ചോ, കാര്യം അല്ലെങ്കിൽ പിന്നെ എന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതാണെങ്കിലും ആ സമയത്ത് പാസ്റ്റർ ബിനുവുമായിട്ട് ടോം കുറേ നാളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ somehow it happened, and I certainly believe that it is God's time. And of course നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവം നമുക്ക് ചെയ്യുന്ന ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. അത് കരുണയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ദൈവം നമ്മളെ കരുതുന്നുണ്ട്. പക്ഷെ നമ്മളെ മാത്രമല്ല, എല്ലാവരെയും ദൈവം കരുതുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ വരുന്ന ആളുകൾക്ക് ദൈവം തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് വിസ കിട്ടുന്നതൊന്നും അല്ല. ഏറ്റവും വലിയ ഉപകാരം എന്താണ്? നമ്മുടെ പാവങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി എല്ലാ കാര്യവും, because God is an almighty God, He can do it with one word. He's a God who created the whole universe with one word. Let there be light, and there was light. Right? Let there be earth, and the earth was there. So ദൈവത്തിൽ ഒരു വാക്ക് മതി എന്ത് വേണമെങ്കിലും വിളിച്ചു വരുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഒരു രോഗമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിന് സ്വർഗത്തിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? രോഗസൗഖ്യം തരാനായിട്ട് കഴിയും. നമുക്ക് വീടില്ലെങ്കിൽ ഒരു വീട് തരാൻ കർത്താവിന് കഴിയും. നമുക്ക് കാൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു കാൽ തരാൻ കർത്താവിന് കഴിയും. വിത്ത് സിംഗിൾ വേർഡ്. അതിന് വേണ്ടി കർത്താവിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അതിനുവേണ്ടി കർത്താവ് ഇപ്പോൾ കാര്യങ്ങളെ കുറിച്ച് മരിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് ഉപകാരം നമുക്ക് ചെയ്യാനും അതിനുവേണ്ടി കർത്താവിന് വിലയൊന്നും കൊടുക്കണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പം രോഗസൗഖ്യമായ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയും. യെസ്, I pray for people and sick people are healed many times. But that happened even in the Old Testament.
കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പും രോഗികൾ സൗഖ്യമായി. നയമാന്റെ കാര്യം നമുക്കറിയാമല്ലോ. നയമാന്റെ രോഗസൗഖ്യമായത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചിട്ടാണ് അല്ല. ചിലപ്പോൾ നിങ്ങളുടെ കടം മാറ്റണം. അതുകൊണ്ട് എനിക്ക് ഈ ന്യൂ ജനറേഷൻ പാർട്ടികളോടുള്ള ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. യേശു ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം തോന്നുന്നു. ഞാനൊരു ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ വലിയ ബോർഡ് കണ്ടു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കടഭാരം, പിന്നെ എന്താണ് കൈൻഡ് ഓഫ് ഓൾ കൈൻഡ്. നിങ്ങൾക്കറിയാമോ, ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർ പറഞ്ഞിരിക്കുന്ന മുഴുവനും ഞാൻ വായിച്ചു നോക്കിയിട്ട് പാപമോചനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അക്ഷരം കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചർച്ച വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കടം മാറും, നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, നിങ്ങൾ ധനികരായി തീരും. അതുകൊണ്ട് ഞങ്ങൾ ചർച്ച വന്നു. അപ്പം എന്ത് ഈ പറയുന്ന എന്ത് ബോധമാർക്കൂടെ? അതിനകത്ത് ഒരു കാര്യം പോലും പാവമോചനത്തെ കുറിച്ച്. പക്ഷെ ഞാൻ പറയുന്നത് കടം മാറ്റാൻ വേണ്ടി കർത്താവ് കാൽവരിയെ കുറിച്ച് മരിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എലീശായുടെ കാര്യം നമുക്കറിയാമല്ലോ. ആ വിധവയായ സ്ത്രീ അവൾ ഭയങ്കര കടക്കാരിയായിരുന്നു. അവളെ കടം വീട്ടിയത് കർത്താവ് കടം വീട്ടാൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കാൽവരിയെ കുറിച്ച് മരിച്ചിട്ടാണ് അല്ല. അതിനുവേണ്ടി കർത്താവിന് ഒരു വിലയും കൊടുക്കേണ്ടി വന്നില്ല. അപ്പം നിങ്ങളുടെ രോഗം മാറ്റാനും കർത്താവിന് വില കൊടുക്കണ്ട, നിങ്ങളുടെ കടം മാറ്റാനും കർത്താവിന് ഒരു വിലയും കൊടുക്കണ്ട, നിങ്ങൾക്കൊരു വീട് തരാനും കർത്താവിന് ഒരു വിലയും കൊടുക്കണ്ട, നിങ്ങൾക്കൊരു കാറ് തരാനും കർത്താവിന് ഒരു വിലയും കൊടുക്കണ്ട, നിങ്ങൾക്കൊരു വിസ തരാനും കർത്താവിന് ഒരു വിലയും കൊടുക്കണ്ട. സ്വർഗത്തിലിരുന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, ഇത് നടക്കും. ഓക്കെ? പക്ഷേ നമ്മുടെ പാപം മോചിക്കാൻ സ്വർഗത്തിലിരുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ പോരായിരുന്നു. He had to come to the world, live in this world, and he had to die on a cross. So he paid a price for the forgiveness of sin. You get my point? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്താണ്? ഫോർഗിവ്നെസ് ഓഫ് സിൻ. അതിനുവേണ്ടി കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കേണ്ടി വന്നു. ബാക്കിയൊരു കാര്യത്തിനുമല്ല. ബാക്കി എല്ലാം ദൈവത്തിന് എന്ത് ചെയ്യാമായിരുന്നു? സ്വർഗത്തിലിരുന്ന് ചെയ്യാമായിരുന്നു. അത് കർത്താവ് ചെയ്തത്. അത് കർത്താവ് തന്നെയാണ് ചെയ്തത്. അതിന് സംശയമൊന്നുമില്ല. പക്ഷെ കർത്താവ് ചെയ്താലും, ഞാനത് പറയാൻ കാര്യം, ഈ ഭൗതിക നന്മകളെ കുറിച്ചുള്ള ഈ വലിയ പ്രസംഗങ്ങളൊക്കെ നിർത്തണം. അതിന്റെ പുറകെ നിങ്ങൾ പോകരുത്. ടി വിയിൽ ഇത് കണ്ട് അവർക്ക് വെറുതെ കാശ് കൊടുത്ത് നിങ്ങളുടെ കാശ് പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ഗുണവുമില്ല. ദോഷമുണ്ട്. ഈ കാശ് കിട്ടുന്നതുകൊണ്ട് യുവമാർ പിന്നെ പിന്നെ ഇത് പറയുന്നു. അല്ല, അതൊരു ഫാക്റ്റാണ്. യുവമാർ ഇതെല്ലാം കൂടെ പ്രസംഗിച്ചിട്ട് കാശ് കൊടുത്തില്ല യുവമാർ നാളെ ഇത് പ്രസംഗിക്കും ഇല്ല. യുവമാരെ നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം യുവമാർക്ക് ഒരു രൂപ കൊടുക്കും. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിത് അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇപ്പം ഈ നമ്മൾ ഈ സഭകളിലുള്ള നേതാക്കന്മാരെ എല്ലാം കുറ്റം പറയുള്ളൂ. അപ്പോൾ നേതാക്കന്മാരെ കുറ്റം പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മാക്കിയവെല്ലി ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഓരോ ജനസമൂഹത്തിനും അവർക്ക് യോജിക്കുന്ന നേതാക്കന്മാരെ കിട്ടും. അപ്പോൾ നമ്മുടെ നേതാക്കന്മാരെല്ലാം അഴിമതിക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിക്കാർക്ക് പിന്നെ അല്ലാത്ത ഏത് നേതാവിനെ കിട്ടുന്നു? അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാര്യം നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള നേതാക്കന്മാരെ കിട്ടുന്നത്. ഈ ഉള്ളസ്ഥലമാണ് വെച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് നന്നാകേണ്ടത്. നമ്മൾ നന്നാകുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആത്മീകരായ ഒരു സമൂഹമായിരുന്നു നമ്മളെങ്കിൽ അനാത്മീകരായവർക്ക് നമ്മളെ ഭരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ അവർ ആത്മീകരാകണം, ഇല്ലെങ്കിൽ നമ്മൾ അനാത്മീകരാകണം. നമ്മൾ അനാത്മീകരായതുകൊണ്ട് അനാത്മീക നേതാക്കന്മാരെ നമുക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രസംഗങ്ങളെല്ലാം. എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഇവിടെ പ്രോസ്പെരിറ്റി പ്രീച്ചിങ് വന്നത് 1950s അതിന് മുമ്പ് പറയുമായിരുന്നു. ഇപ്പം രോഗം വന്നാൽ ആരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദി ബിഗസ്റ്റ് ജോബ് ഗാഡ് ഈസ് ഡൂയിങ് ഇൻ യുവർ ലൈഫ് ഈസ് ഹി ഈസ് മേക്കിംഗ് യു റിച്ച് എന്ന് റോബർട്ട് ഷുള്ളറും ഓറൽ റോബർട്ട്സും ഒക്കെ വന്നാണ് പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അവര്
പ്രസംഗിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ അവർക്കത് പ്രസംഗിക്കാൻ പറ്റിയത്. 50s മുമ്പുള്ള അല്ലെങ്കിൽ ആ ജനസമൂഹം, നമ്മളുടെ നാട്ടിലെ മലയാളികളുടെ കാര്യം തന്നെ എടുക്കുക. ആദ്യമൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന അപ്പച്ചന്മാർ, നമ്മുടെ അപ്പച്ചന്മാര് എല്ലാം കളഞ്ഞേച്ച പോലെയാണ്. കളഞ്ഞേച്ച് വന്നപ്പം നീ കളഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ കിട്ടുമെന്നൊന്നും ആരും പ്രസംഗിച്ചുമില്ല, അവരാരും പ്രതീക്ഷിച്ചുമില്ല. അതൊന്നും പ്രതീക്ഷിച്ചല്ല അവർ വിശ്വാസത്തിലേക്ക് വന്നത്. അവർ കോസ്റ്റ് കൊടുത്തു വന്നവരാണ്, വില കൊടുത്തു വന്നവരാണ് നമ്മുടെ പിതാക്കന്മാർ. അതുകൊണ്ട് അവർക്ക് കഷ്ടത ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് പ്രസംഗിച്ചു ഒരു കഷ്ടതയും ക്രൂശും ഒക്കെ ആയിരുന്നു. കാര്യം അതായിരുന്നു അവരുടെ ഹൃദയത്തിൽ മുഴുവൻ. എന്നാൽ ഈ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് നമ്മൾ പറയുന്ന അങ്ങനെയുള്ള ജനറേഷൻ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. നമ്മളൊക്കെ പറയും ഞാൻ തേർഡ് ജനറേഷൻ പെന്റിക്കോസ്റ്റൽ, അങ്ങനെയൊന്നുമില്ല. കാര്യം യേശു ക്രിസ്തുവുമായി പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിട്ട് വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന വ്യക്തികൾ മാത്രമേ ദൈവമക്കളാകത്തുള്ളൂ. വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചവൻ വീണ്ടും ജനിച്ചവനല്ല. ഇന്നിപ്പോൾ ഉള്ളതെല്ലാം വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചവനാണ് ഈ കിടന്ന് ചാടുന്നില്ല. അങ്ങനെ വന്നവർ, ഞാൻ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവം. ഞാൻ 45 വർഷമായിട്ട് 44 വർഷമായിട്ട് ഞാൻ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 43 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, 43 വർഷമായിട്ട് ദൈവം പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ദൈവം മാത്രം മതിയെന്ന്. എനിക്ക് ദൈവം മാത്രം മതിയെന്ന് അന്നത്തെ പാട്ടുകളാണ് അല്ലേ? അന്നത്തെ പാട്ടുകളെല്ലാം അങ്ങനത്തെ പാട്ടുകളുമായിരുന്നു. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലെന്നും. ഞാൻ എൻ്റെ മോളിൽ പറഞ്ഞു, ഞാനിപ്പോഴത് ശ്രദ്ധിച്ചത്, ഞാൻ ചിന്തിച്ചത് ഏറെ ഇല്ലെന്നും ഒന്നാണ്. ഏറെ ഇല്ലെന്നല്ല പറഞ്ഞത്, എന്താണ് വേറെ ഇല്ലൊന്നും. കൊച്ചുകുഞ്ഞേശിയുടെ പാട്ട്. കൊച്ചുകുഞ്ഞേശി എൻ്റെ വല്യപ്പച്ചൻ്റെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അവര് പാടി ഞങ്ങൾക്ക് യേശു മാത്രം മതി. കൊച്ചുകുഞ്ഞേശി ഒന്നും ഇല്ലാത്ത വീട്ടിലൊന്നും അല്ല ജനിച്ചത്. അങ്ങനെയൊക്കെയാണ് സിനിമയിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നത്. കൊച്ചുകുഞ്ഞേശിയെ കുറിച്ച് ഫിലിം ഇറക്കിയപ്പം കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് അങ്ങനൊന്നുമല്ല. ഹി വാസ് ബോൺ ഇൻ എ വെരി റിച്ച് ഫാമിലി. പക്ഷേ he became poor because he was taking care of children in Sri Lanka, children homes in Trivandrum, and he was running a magazine, and 18 people were living with him in his house. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെ പൂറായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ദരിദ്രനായി തീർന്ന ഒരു മനുഷ്യനാണ് ആര്? കൊച്ചുകുഞ്ഞേശി. അവൻ നമ്മൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും സാധുവിനെ കൈവിടാതെ എന്നൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് പുള്ളി ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ചു, ഒന്നുമില്ലാതാക്കിയതാണ് അദ്ദേഹം. കാരണം അദ്ദേഹം പറഞ്ഞു എനിക്ക് യേശു മാത്രം മതിയെന്ന്. അതായിരുന്നു നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത്, എനിക്ക് യേശു മാത്രം മതി. പക്ഷെ അടുത്ത തലമുറ വന്നപ്പോൾ പറഞ്ഞു, അല്ല യേശു വേണം, പക്ഷെ യേശു മാത്രം മതിയോ? അങ്ങനെ ജീവിക്കാൻ പറ്റും, നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അവരുടെ മനസ്സിൽ യേശു മാത്രം മതി എന്നുള്ളത് മാറിയിട്ട് എന്താണ്, മോഹങ്ങൾ കയറാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, എന്നാ പിന്നെ ഞങ്ങൾക്ക് കർത്താവ് കുറച്ച് നന്നാലെന്താ? സോ യേശുവും വേണം, പണവും വേണം, ലോകവും വേണം എന്ന് അടുത്ത തലമുറ പറയാൻ തുടങ്ങി. ഇത് ഞാൻ ഹിസ്റ്ററിയിലെ ട്രൂത്ത് പറയുന്നു, സത്യം പറയുന്നു. അപ്പൊ വന്ന പാട്ടുകളും അങ്ങനെയായി. വരുന്നുണ്ട്, അനുഗ്രഹം വരുന്നുണ്ട്, അബ്രഹാമിന് അനുഗ്രഹം വരുന്നുണ്ട് എന്നൊക്കെയായി പാട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം, ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് യേശു മാത്രം പോരാ, ഞങ്ങൾക്ക് എന്തുകൂടെ വേണം? അനുഗ്രഹം വേണം, കാശ് വേണം, പണം വേണം, ധനികരാകണം. ആ ഒരു സമൂഹം വന്നപ്പോഴാണ് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് രക്ഷപ്പെടാൻ തുടങ്ങിയത്. കാര്യം
ഓരോ ജനസമൂഹത്തിനും അവർക്ക് കൊതിക്കുന്നതിനെ കൊടുക്കാൻ എന്റർടൈനേഴ്സ് വരും. അവരാരും ദൈവവചനത്തിന്റെ ശുശ്രൂഷകരല്ല, ദേ ആർ എന്റർടൈനേഴ്സ്. എന്റർടൈനേഴ്സ് എന്താ ചെയ്യുന്നത്? മുന്നേ ഇരിക്കുന്ന ആളുകൾക്ക് രസിക്കുന്ന കാര്യങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ലോകത്തിലെല്ലായിടത്തും ഉണ്ടായത്. നമ്മുടെ ഒന്നാം തലമുറ പെന്തിക്കോസുകാരുടെ അടുത്ത് ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞതിന് എന്താണ്? സിദ്ധ യു ആർ സ്പീക്കിംഗ് അഗൈൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞേനി. പക്ഷേ രണ്ടാമത്തെ തലമുറ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ആ തലമുറയുടെ കാര്യമില്ല, ആ അടുത്തൊരു ജനറേഷൻ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് യേശു മാത്രം പോലെ ഞങ്ങൾക്ക് കാശും വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതെ അനുഗ്രഹം വരുന്നുണ്ട്. അപ്പൊ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിന്റെ കുഴപ്പമല്ല ഇത്, പ്രോസ്പെരിറ്റി കൊതിച്ച ജനങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു ശിക്ഷയായി. യു ഗെറ്റ് മൈ പോയിന്റ്? മനസ്സിലാവുന്ന ഇല്ലെങ്കിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ളൂ ഇപ്പൊ തന്നെ ചോദിക്കാം. അതിനുവേണ്ടി മീറ്റിംഗ് കഴിയാൻ ഒന്ന് നോക്കിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ചോദിച്ചു. ഇയാൾ പറയുന്നത് വേദോസപ്രകാരം എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദോസപ്രകാരം അല്ലാതെ ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അത് കൊടുക്കാം. അതുകൊണ്ട് 44 വർഷമായിട്ട് പ്രസംഗിക്കുന്നത് ദൈവവചന പ്രകാരം അല്ലാതെ എന്തെങ്കിലും പ്രസംഗിച്ചാൽ ഞാൻ നിർത്താൻ തയ്യാറാണ്. സോ ഐ പ്രീച്ച് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് പ്രോസ്പെരിറ്റിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു സത്യം അറിയാം, ഇന്നിപ്പോ പ്രോസ്പെരിറ്റി ഒന്നും എങ്ങും ഇല്ല. ബെന്നിഹിൻ തന്നെ പറഞ്ഞ് ഞാൻ മണ്ടത്തരം കാണിച്ചത്. ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? ഇപ്പൊ വന്നിരിക്കുന്നതാണ് കൃപയുടെ സുവിശേഷം. എന്താണ് കൃപയുടെ സുവിശേഷം? രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടു, പിന്നെ നീ ശരീരം കൊണ്ട് എന്തോ ചെയ്താലും ഒരു കുഴപ്പമില്ല, നീ അങ്ങ് ചെന്നോളും. പ്ലെയിനിൽ ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ പ്ലെയിനിന്റെ അകത്ത് നീ എന്തോ കാണിച്ചാലും കുഴപ്പമില്ല, കാര്യം പ്ലെയിൻ എവിടെ പോകുന്നു നീ അവിടെ ചെല്ലും. ഓക്കെ, അതുകൊണ്ട് the deeds that you are doing in your body, does it affect your spirit? And whatever you do when you are committing a sin, when you are falling into sin, you are not falling from grace, but you are falling into grace. കൃപയുടെ മെത്തപ്പുറത്തോട്ടാണ് നീ വീഴുന്നത് പാപം ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർക്ക് ഇന്ന് മാർക്കറ്റ് ഉണ്ടാകുന്നത്? ഇനി ചിലപ്പോൾ മാർക്കറ്റ് കൂടിയേ ഉള്ളൂ. എല്ലാം അറിയാമോ? ഇന്നത്തെ തലമുറയ്ക്ക് പ്രോസ്പെരിറ്റിയും അല്ല വേണ്ടത്, ഇന്നത്തെ തലമുറയ്ക്ക് സുഖിക്കണം. ഈ ജനറേഷന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കഴിഞ്ഞ തലമുറയിൽ കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നുള്ള മോഹം ഉണ്ടാകും. ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ്, നമ്മുടെ ഫോർ ഫാദേഴ്സിനൊന്നും പൈസ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പണം ഉണ്ടാക്കണമെന്നുള്ളൊരു മോഹമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പണം ഉണ്ടാക്കണമെന്ന് മോഹമുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പണം ഉണ്ടാക്കണമെന്ന് മോഹമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആകെ പണം എന്താ വേണ്ടത്? they want to enjoy life. അവർക്ക് സുഖിക്കണം. അപ്പോൾ സുഖിച്ചോ, ഇഷ്ടംപോലെ സുഖിച്ചോ. ഇറ്റ് ഡസന്റ് അഫക്ട് യുവർ ഇറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഖമായില്ല. അപ്പൊ അത് സുഖമോഹികളായ ദുർമോഹികളായ പുതിയ തലമുറയ്ക്ക് ദൈവം കൊടുത്ത ഒരു ശിക്ഷാവിധിയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഞാൻ ഈ ജോസഫ് പ്രിൻസിനൊക്കെ എതിരായി. ഞാൻ പണ്ടൊന്നും അങ്ങനെ പേര് പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം അതിന്റെ പുറകെ പോവുക. ജോസഫ് പ്രിൻസിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് US ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സച്ചായ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ എനിക്കിങ്ങനെ പറയുമെന്ന്. ഞാൻ പറഞ്ഞു ജോസഫ് പ്രിൻസ് വായിച്ചതിന് ശേഷം എനിക്കൊരു മനസമാധാനം ഉണ്ടായത്. ഞാൻ ദിവസം വായിച്ചിട്ടല്ല, ജോസഫ് പ്രിൻസ് വായിച്ചിട്ട്. എന്താണ് ജോസഫ് പ്രിൻസ് പറഞ്ഞു? എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല. when you are falling into sin, you are not falling from grace, you are falling into grace. അതായിരുന്നു എന്റെ സമാധാനം. സഹിച്ചാൽ എന്റെ സമാധാനം കെടുത്തി കളഞ്ഞു. ന്യൂയോർക്കിലോട് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ജോസഫ് പ്രിൻസിനെ ഒന്നും പറയരുത്, എനിക്ക് കരച്ചിട്ട് വരുന്നുള്ളത്. യേശുവിനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. I'm not joking. You know why this is happening? Because that's what the people are, that's their desire, that's their craving. Not desire.
ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. പണം ഉണ്ടാക്കണം എന്നുള്ള മോഹമൊന്നുമില്ല, പണമല്ല ഒന്നുമില്ല, നമുക്ക് ഇന്ന് സുഖിക്കണം, അത്രേ ഉള്ളൂ. അമേരിക്കയിൽ ഒരു 50 വർഷം മുമ്പ് ഇവിടെ വന്ന 40 വർഷം മുമ്പ് ഇവിടെ വന്ന 40-50 വർഷം മുമ്പ് വന്ന ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഒരു മകൻ ശവത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ഒരു വാചകം literally happened. You know what the boy said? അവൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അവൻ പറഞ്ഞു, my dad was a fool. He never lived. He never enjoyed. He was making money for me which I never needed. ഇതൊക്കെ കേൾക്കാൻ ഒഴുകി. അല്ല, ഞാൻ ഇത് പറയുന്നത് വെറുതെ ഒന്നുമല്ല, നിങ്ങൾ എഴുതിയിട്ടോ, ഇതൊക്കെയാണ് അടുത്തത് കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ കൊതിക്കുന്നതാണ് പിശാച് കൊണ്ട് തരുന്നത്. That's not God's word. That is not spirituality. What do you think about the cross of Christ? Why Jesus came here and died on a cross? That's a question. എന്തിനു വേണ്ടി യേശു മരിച്ചത്? യേശു മരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? Is it money? If you are looking for money, നമ്മൾ ജോൺ ചാപ്റ്റർ 6 നിങ്ങൾക്ക് അറിയാമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സ്റ്റോറി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആദ്യത്തെ ദിവസം ഈ ജനങ്ങൾ വന്നത് ദൈവവചനം കേൾക്കാനാണ്, ഭക്ഷണത്തിന് വേണ്ടി അല്ല. കാരണം ഭക്ഷണത്തിന്റെ കാര്യം നേരത്തെ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. കർത്താവ് പറഞ്ഞില്ല, all of you come for my meeting. There will be a meeting and after the meeting there will be eating. And probably it will be meat eating. എന്നല്ല പറഞ്ഞു. അതൊന്നും കേട്ടു വന്നതല്ല. പക്ഷേ ജനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നി. അത് കർത്താവിന്റെ പ്രത്യേകത. മനസ്സലിവ് തോന്നിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു. പക്ഷെ പിറ്റേ ദിവസം അവർ വന്ന് എന്തിനാണെന്നറിയാമോ? ഫുഡ് കഴിക്കാൻ. ഇതൊരു വലിയ പ്രശ്നമാണ്. കർത്താവ് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഉപകാരത്തിന്റെ പിന്നാലെയാണ് മനുഷ്യർ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, in these days all these crusade preachers, they are preaching Jesus as a Santa Claus. You know the speciality of Santa Claus? Santa Clausന്റെ ഉടുപ്പിന് ഒരു 50 പോക്കറ്റ് ഉണ്ട്. ഈ 50 പോക്കറ്റിലും ഓരോ സമ്മാനമുണ്ട്. ഈ സമ്മാനം കൊണ്ട് വരുന്ന സാന്റാക്ലോസിനെ കാണുമ്പോൾ, ഈ സമ്മാനം ഒന്നും അല്ല, ഈ പിള്ളേർ സാന്റാക്ലോസിനെ കാണാനാണ് വരുന്നത്. വലിയ ആഗ്രഹത്തോടുകൂടെ സാന്റാക്ലോസിന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ സാന്റാക്ലോസ് ഓരോ സമ്മാനം കൊടുക്കും പിള്ളേർ. പ്രശ്നം എന്നറിയാം, പിന്നെ സാന്റാക്ലോസിനെ നോക്കത്തില്ല ഉമ്മാൻ, പിന്നെ കിട്ടിയ സമ്മാനം നോക്കിക്കൊണ്ടിരിക്കുക, കിട്ടിയ ടോയിലും ഒക്കെ നോക്കിയിരിക്കുക. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യേശുവിനെ കാണാൻ വന്നതാ, പക്ഷെ യേശു മനസ്സറിവോടുകൂടെ വല്ല ഉപകാരവും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഗിഫ്റ്റ് ആണ് നോക്കുന്നത്, യേശുവിനെ അല്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ, ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവൻ സാന്റാക്ലോസിന് മുഖം പോലും കൊടുക്കാതെ വീട്ടിൽ പോയി ഒളിവി പിള്ളേരുടെ വീട്ടിലും പോകും, സാന്റാക്ലോസിന്റെ വീട്ടിലും പോകും. ഇതല്ലേ ഈ ക്രൂസുകളിലെല്ലാം നടക്കുന്നത്? ഇതല്ലേ ഇന്നത്തെ മീറ്റിങ്ങുകളിലെല്ലാം നടക്കുന്നത്? യേശുവിന്റെ മെസ്സേജ് കേൾക്കാൻ വന്ന ജനങ്ങൾക്ക് കർത്താവ് ഒരു നേരം ഫുഡ് കൊടുത്തപ്പോൾ സംഭവിച്ചത് പിറ്റേ ദിവസം ഫുഡിന് വേണ്ടിയാണ്. പിന്നെ കർത്താവിന്റെ മീറ്റിങ്ങിന്റെ പ്രത്യേകത, അടുത്ത സമയത്ത് ഒരാൾ എനിക്ക് ഒരു ബ്രോഷർ അയച്ചു തന്നിട്ട്, ഒരു ഫ്ലയർ അയച്ചു തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ സാജു, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, നിങ്ങളുടെ യുവജന സംഘടനയുടെയാണ്, എന്നിട്ട് ഒരു ക്യാമ്പിന്റെ നോട്ടീസാണ്. You cannot miss it. ഇതാണ് ഹെഡിങ്. എന്ത് ക്യാമ്പ്? Why? Because the campsite, beautiful campsite, എന്നിട്ട് അടുത്തത് reputed band is singing, lot of fun, leisure and sports and mouth-watering food. You cannot miss it. നമ്മുടെ ഒരു യുവജന സംഘടനയുടെ ക്യാമ്പിന്റെ നോട്ടീസാണ്.
മനസ്സിലായോ? കാര്യം പിള്ളേർക്ക് വേണ്ടത് കൊടുക്കാൻ പിശാച് പറയും. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് വേണ്ടതെന്ന് പറയുന്നത്. ഞാൻ ജേർണലിസത്തിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമായിട്ട്, അത് പഴയ ആൾക്കാർക്ക് അറിയത്തുള്ളൂ, മനോരമ വീക്കിലിയേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഒരു പ്രാവശ്യം മംഗളം വീക്കിലിക്ക് പോകും. അമ്പാട് സുമാരെന്നായാലും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ്. ഞാൻ ജേർണലിസ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പൈക്കോയിലെ എഡിറ്റർ എന്നോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് സുമാരനാർ പറഞ്ഞു, ഞങ്ങളുടെ മാസികയ്ക്ക് സർക്കുലേഷൻ കൂടാൻ കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പൈക്കോയുടെ എഡിറ്റർ പറഞ്ഞു, സാറേ ദാറ്റ് ഈസ് റോങ്. നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത്, നിങ്ങൾ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊടുക്കുന്നു. ഇത് രണ്ടും രണ്ടാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതും രണ്ടും രണ്ടാണ്. ഇന്ന് പ്രസംഗകർ കൊടുക്കുന്നത്, പാട്ടുകാർ കൊടുക്കുന്നത്, സഭ കൊടുക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതാണ്. അങ്ങനത്തെ സഭയിൽ ആളും കൂടും. ഞങ്ങളുടെ സഭയിൽ ആൾ കൂടും. എന്തുകൊണ്ട് കൂടുന്നു? വാതില് വിശാലമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സഭയിലും ആൾ കൂടും. വാതില് വിശാലമാക്കി കൊടുത്താൽ ഏത് സഭയിലും ആള് കൂടും. പിന്നെ ആള് കൂടുന്നു പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. You get my point? These are something that we need to understand. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോൺ ചാപ്റ്റർ 6 തന്നെ നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. കാര്യം നമ്മുടെ ലിമിറ്റഡ് ടൈം ആണല്ലോ. അതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു തീർക്കണം. അത് തന്നെയല്ല, നമ്മൾ ശരിക്കും ഗ്രഹിക്കേണ്ടതായ ചില കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ സ്പീഡിൽ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് പോയിട്ട് കാര്യമുണ്ട്. അത് നിങ്ങൾ ഗ്രഹിക്കണം, കൃത്യമായിട്ട് ഗ്രഹിക്കണം. കാര്യം വഞ്ചിക്കപ്പെട്ടു പോകരുത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം യേശു അനൗൺസ് ചെയ്തില്ല മീറ്റിങ്ങിന് ഈറ്റിംഗ് ഉണ്ടെന്ന്. പക്ഷെ മനസ്സലിവ് തോന്നി അവൻ എന്ത് ചെയ്തു? അവർക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത് പിറ്റേ ദിവസം സംഭവിക്കുന്ന എന്താണ്? അന്ന് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അവർ പറഞ്ഞു, ഇടാ ഇത് കൊള്ളാം, ഇവരെ രാജാവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്നും ഫുഡ് കിട്ടും. യേശുവിനെ രാജാവാക്കുന്നത് എന്തിനാണ്? യു നോ വാട്ട് തിങ്? ജീസസ് ഈസ് കിങ്. സംശയം വല്ലോണ്ടോ ആർക്കെങ്കിലും? ഇല്ല. പിന്നെന്താ? രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ യേശു വാങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ മാറിപ്പോകുന്നത് വായി. ഇത് വായിക്കുമ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വെറുതെ വായിച്ചു പോകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് ശ്രദ്ധിച്ചിട്ട് പോലും പറ്റില്ല. പലപ്പോഴും ദൈവത്തിലെ ചില കാര്യങ്ങളുടെ ആളുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ? 25 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുള്ളതായിരുന്നു. നമ്മൾ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുവിനെ അവർ പിടിച്ച് രാജാവാകാൻ പരിശ്രമിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു? രാജാവാകാൻ നിന്നുകൊടുത്തില്ല. എന്തുകൊണ്ട് നിന്നുകൊടുത്തില്ല? കാര്യം എന്തിനാണ് യേശുവിനെ അവർ രാജാവാക്കാൻ പരിശ്രമിക്കുന്നതെന്ന് യേശുവിന് മനസ്സിലായി. എന്താണ്? അവർക്ക് മനസ്സിലായി, നാളെ തൊട്ട് ഫുഡ് കിട്ടും. അതുകൊണ്ട് യേശു തനിച്ച് ഒരു മലയിലേക്ക് വാങ്ങിപ്പോയി. ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു വാക്യമാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെന്തിനാണ് യേശുവിനെ രാജാവാക്കിയത്? അത്രയും മാത്രം മതിയല്ലോ ഒരു ചോദ്യം. നിങ്ങളെന്തിനാണ് യേശുവിൻ്റെ പുറകെ പോയെ? വായ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചർച്ചിൽ ആൾ വരുന്നു പറയുന്നു. സംഗതി ശരിയാണ്, ചർച്ചിൽ ആൾ വരുന്നു, നല്ല കാര്യം. ചർച്ച എന്ന് പറയട്ടെ, നല്ല കാര്യം. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ യേശുവിനെ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു? വൈ പീപ്പിൾ നീഡ് ജീസസ്? പലസ്തീനിൽ യേശു ചെയ്ത കാര്യമൊക്കെ പോട്ടെ, നമ്മളുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ഇവിടെ ആളുകൾ എന്തുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നു?
യേശുവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഇല്ലാതെ ആ പല ആളുകളും യേശുവിന്റെ സന്നിധിയിൽ വരുന്നത്. ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ഹൂ ഈസ് ജീസസ് ടു യു? ചുമ്മാ ചോദിക്കും, ടെൽ മീ ഹൂ ഈസ് ജീസസ് ടു യു? എന്തോ ഒരു ആൻസർ. അത് ബ്രദറെ, ഞാൻ രോഗിയായി കിടന്നപ്പോൾ രക്ഷപ്പെടത്തിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതാ, പക്ഷേ യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞു, I didn't ask what Jesus did for you. My question, you need to understand, who is Jesus to you? അതുപോലെ ജോലിയില്ലാതെ ഇവിടെ ഞാൻ എന്തുമാത്രം വിഷമിച്ചതാ. അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു ജോലി തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജോലി തന്നതല്ല എന്റെ വിഷയം. ഹൂ ഈസ് ജീസസ് ടു യു? മിക്കവാറും ഒരു ആൻസർ ഇല്ല. ചിലപ്പോൾ പറയും യേശു കർത്താവാണ്, യേശു ദൈവമാണ്. അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഹൂ ഈസ് ജീസസ് ടു യു? വാട്ട് ഈസ് യുവർ പേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ്? ഹൂ ഈസ് ജീസസ് ടു യു? മെനി പീപ്പിൾ ഡു നോട്ട് ഹാവ് ആൻ ആൻസർ. യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ യേശു എന്തുകൊണ്ട് വാങ്ങിപ്പോയി? കാര്യം ഇവര് യേശുവിനെ രാജാവാക്കിയത് ഒരു റോങ് പർപ്പസിലാണ്. ഇന്ന് സഭയിൽ യേശുവിനെ ആളുകൾ സ്വീകരിക്കുന്നതിന്റെ 90% ആളുകളും സ്വീകരിക്കുന്നത് യേശു ആരാണെന്ന് തിരിച്ചറിയാതെയാണ്. അവര് സഭ വരുന്നുണ്ട്, അവര് പാട്ട് പാടുന്നുണ്ട്, പക്ഷെ അവർക്ക് അനുതാപം ഉണ്ടായിട്ടില്ല, മാനസാന്തരം ഉണ്ടായിട്ടില്ല, യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതിപ്പം മാത്രമൊന്നുമല്ല, കുറെ കാലമായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ചിലപ്പം ഒരു കഥ ഇങ്ങനെ പറയാറുണ്ട്. ഒരു കത്തോലിക്കൻ, അവന്റെ കൊച്ചിന് അസുഖം വന്നു, ഡോക്ടർമാരെ കാണിച്ചപ്പോൾ രക്ഷപ്പെടുത്തിരുന്നു പറഞ്ഞു. അങ്ങനെ നമുക്കെല്ലാം സ്റ്റോറീസ് പറയണം, ഒത്തിരി സ്റ്റോറീസ്. ജെസിയുടെ മോന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ടോമിന്റെ കുഞ്ഞിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇയാള് കത്തോലിക്കനാണ്, മറ്റേ ഭയങ്കര സ്ട്രോങ് കത്തോലിക്കനാണ്. അങ്ങനെ ഇരിക്കെ ഈ കൊച്ചിന് അസുഖം വന്നപ്പോഴത്തേക്ക് അയാൾ ഒരു കൂട്ടുകാരൻ, ഒരു ബന്ധുക്കോസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഈ ചാകം കിടക്കുന്നവൻ കച്ചിത്തുരുമേനും കയറി പിടിക്കുന്ന പോലെ എന്നാ വന്ന് പ്രാർത്ഥിക്കാം. നേരത്തെ വീട്ടിൽ കയറുന്നില്ലായിരുന്നു ബന്ധുക്കോസ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതല്ല, ഞങ്ങൾ സഭയായിട്ട് വന്നൊരു 3 ദിവസം നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തരണം, ഉപവാസം എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും, ആ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു. ബന്ധുക്കോസുകാരെല്ലാം കൂടെ വന്ന് 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. കൊച്ചൊക്കെ സൗഖ്യമായി. കൊച്ചു സൗഖ്യമായി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, കർത്താവ് കുഞ്ഞിന് സൗഖ്യം കൊടുത്തതല്ലേ, സഭയിൽ വന്നിട്ട് ഒരു നന്ദി പറയുന്നത് നല്ലതല്ലേ? പിന്നെ ഞാൻ പറയാം. അവൻ പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിന് വന്ന് ഈ പാട്ടും പൊട്ടും എല്ലാം കേട്ട് എല്ലാം കൂടെ പുള്ളിക്ക് ഒരു സന്തോഷം. അതായത് പുള്ളി ആദ്യമായിട്ടാണ് ഒരു ബന്ധുക്കോസ് യോഗത്തിന് പോകുന്നത്. അപ്പം പാസ്റ്റർ പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച കുഞ്ഞിന് കർത്താവ് സൗഖ്യം കൊടുത്ത സഹോദരൻ വന്നിട്ടുണ്ട്, സഹോദരൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിലെ രക്ഷപ്പെട്ടു. പുള്ളി അറിയാൻ തുടങ്ങി, സ്റ്റാർട്ട്. ഞാൻ ഇവിടെ വന്നു, എനിക്ക് ഭയങ്കര സമാധാനമായി. അപ്പൊ സഭായം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത ആഴ്ചയോടെ നമുക്ക് സഭായത്തിന് പറ്റില്ലോ, വരാം, ഞാൻ വരാം. അങ്ങനെ 3 ആഴ്ച സഭായത്തിന് വന്നപ്പോൾ അച്ഛൻ അറിഞ്ഞു, തോമസ് കുട്ടി ബന്ധിക്കോസി പോയി. അച്ഛൻ നേരെ വീട്ടിൽ വന്നിരിക്കുന്നു. തോമസ് കുട്ടി, നീ ബന്ധിക്കോസി പോയെന്ന് കേട്ടല്ലോ. ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, ആ പോയി അച്ഛ. എടാ, നീ എന്തോ കാണിക്കുന്നത് നിനക്ക് അറിയാമോ? നീ തിരുസഭയെ നീ മുടക്കും. എന്റെ പൊന്നച്ഛ, എന്റെ കൊച്ചിന് സുഖമില്ലാതെ കിടന്നപ്പോ അച്ഛൻ അങ്ങോട്ട് വന്നില്ലല്ലോ. അന്നേരം ആ ബന്ധുക്കോസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥിക്കാൻ. അവര് വന്ന് പ്രാർത്ഥിച്ചത് കൊച്ചു സൗഖ്യമായി. ഞാൻ പോകുമോ? ഞാൻ തിരുസഭ എന്ന് മുടക്കും. എന്നാ അച്ഛൻ അങ്ങ് മുടക്കാം. അച്ഛൻ പറഞ്ഞു, ഞാൻ കാണിക്കുന്നില്ല. കാണിയിരുന്നു. ഞാൻ സമ്മതിച്ചു, അങ്ങ് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അയാൾ നേരെ പാസ്റ്ററോട് തോന്നുന്നു. പാസ്റ്ററിനെ പറഞ്ഞു, പാസ്റ്ററെ, അച്ഛൻ വന്നാലെന്ന് വീട്ടിൽ എന്നെ മുടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുടക്കിയേക്കാൻ. എന്നാ പാസ്റ്ററെ അടുത്ത സ്നാനം? അങ്ങനെ തോമസ് കൂടി സ്നാനപ്പെട്ടു. അയക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല, അയക്ക് കർത്താവാരെന്നുള്ള ഇതിൽ അയക്ക് ആ പാടറിയാവുന്ന കൊച്ചിന് സൗഖ്യമാണ്. അങ്ങനെ ബന്ധുക്കോസി വന്ന് ഒത്തിരി പേര് കൂടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്.
മാനസാന്തരം ഉണ്ടായില്ല, യേശുവിനെ കർത്താവാക്കിയില്ല, യേശുവായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായില്ല, രോഗം സൗഖ്യമായെന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല അവിടെ. You know what happens? ഇയാളുടെ വിളിക്കലാണെങ്കിൽ നമ്മൾ വിളിച്ച സെക്രട്ടറി ആകും. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായോ? It's a big mistake. He never had an experience with Christ. He never had a personal encounter with God. അങ്ങനെ അച്ഛനോട് പറഞ്ഞ സാധനം കൊണ്ട് ഒത്തിരി പേരുണ്ട്. ക്രിസ്തുവിനോട് ചേർന്നതൊന്നുമല്ല, അച്ഛനോട് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാം കൂടെ രാജാവാക്കാൻ പരിശ്രമിച്ചോൾ കർത്താവിന് മനസ്സിലായി ഇത് സംഗതി വേറെയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു രാജാവല്ല ഞാൻ. ഞാൻ രാജാവാണെന്ന് ചോദിച്ചാൽ രാജാവാണ്. പക്ഷേ ഞാൻ രാജാവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഭരിക്കും. യു ഗെറ്റ് മൈ പോയിന്റ്? അങ്ങനെ ഒരു രാജാവാക്കാൻ പരിശ്രമിക്കാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? അവരെ വിട്ടിട്ട് പോയി. പിറ്റേ ദിവസം യേശു അവിടെ നിന്ന് പോയി. നിങ്ങൾക്ക് സ്റ്റോറി അറിയാം, ഞാനത് പറയാൻ എനിക്ക് ടൈമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് രാത്രിയിൽ കർത്താവ് കടലിന്റെ മീതെ നടന്ന് അക്കരെ ചെന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുകയും വന്നിരിക്കുക എല്ലാവരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവരെ നോക്കി, ഇവിടെ യേശുവിടെ? യേശുവിനെ കാണാനില്ല. യേശു എവിടെയാണെന്നുള്ളത് ഊഹിച്ച് അവര് അക്കരെ പടകുകൾ വാടകയ്ക്ക് എടുത്ത് അക്കരയ്ക്ക് പോയി. അവിടെ ചെന്ന് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ അവര് ചോദിക്കുന്നത്? കടൽ അക്കരെ കണ്ടപ്പോൾ അവർ, അതിന്റെ വേഴ്സ് 25, റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. നീ എവിടെ? ഞങ്ങൾ നിന്നെ അവിടെ അന്വേഷിച്ച് നടക്കുകയല്ലേ, നീ എന്തോ ഈ കാണിച്ചത്? യേശുവിന്റെ പുറകെ പിന്നെ എല്ലാ പരിപാടിയും പറഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ. കർത്താവ് എന്ന് പറഞ്ഞു, വേഴ്സ് 26, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. I know why you are following me, why you are seeking me. It's not because you have seen the sign. You have not understood that I am Messiah. You do not know that I am the Lord. You are not understanding me as Lord. You are seeing me as a provider God. Whenever you are hungry, I will feed you. That's the only thing you know. See? ഇതെല്ലാം നമുക്കറിയത്തുള്ളൂ. ഇന്ന് പെന്തിക്കോസുകാരന് വേറെ എന്തറിയാം? പെന്തിക്കോസുകാരൻ ആകെ അറിയാവുന്നത്, നീ പ്രാർത്ഥിച്ച കർത്താവ് സൗഖ്യം തരും, നീ പ്രാർത്ഥിച്ച നിന്റെ എന്തുവാ ദാരിദ്ര്യമെല്ലാം മാറും, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും. അത് കർത്താവ് ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചാൽ സൗഖ്യമെന്ന് പറയുന്നത് ഹിന്ദു പ്രാർത്ഥിച്ചാലും കിട്ടും, മുസ്ലിം പ്രാർത്ഥിച്ചാലും കിട്ടും. കാര്യം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി എന്ന നിലയിൽ ദൈവത്തിൻ്റെ അടുത്ത് യേശുവിൻ്റെ വലിയ യാഥാർത്ഥ്യവും സത്യവും ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല. അവിടുത്തെ ചെന്ന് കർത്താവ് മനസ്സിലുള്ളവനാണ്. അതുകൊണ്ട് കർത്താവ് ചിലപ്പോൾ രോഗസൗഖ്യം തന്നിരിക്കും. അങ്ങനെയല്ലേ ഈ ക്രൂസൈഡിലൊക്കെ വരുന്ന ആളുകളൊക്കെ തന്നെ എല്ലാവരും എന്നെ രക്ഷിക്കപ്പെട്ടവരാണോ സൗഖ്യമാകുന്നത്? ഒന്നുമല്ല. അത് മനസ്സലിവാണ്, കർത്താവിൻ്റെ മനസ്സലിവാണ്. അത് കർത്താവ് കൊടുത്തതല്ലെന്ന് പറയാൻ പറ്റില്ല. അത് കർത്താവ് കൊടുത്തതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കും. കർത്താവ് ഇതിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നു. ഒന്ന് നശിച്ചു പോകുന്ന ആഹാരം, രണ്ട് നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. നശിച്ചു പോകുന്ന ആഹാരം എന്ന് പറയുന്നത്, ഇന്നലെ ഇവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച കാര്യം ശേഷിച്ച കഷ്ണം 12 തൊട്ട് നിറഞ്ഞെടുത്തു എന്ന് വെച്ചാൽ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞതാണ്. പക്ഷെ പിറ്റേ ദിവസം പിന്നെയും വിശപ്പ് തുടങ്ങി. നമ്മുടെയൊക്കെ ചിന്ത, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ പിന്നെ വിശക്കത്തില്ല. ഒരാളെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി, 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഞാൻ താമസിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു ബൊഫേ കഴിപ്പിച്ചു. എൻ്റെ ദൈവമേ, ഭയങ്കര കാശ് കൊടുത്ത് അങ്ങനെ നമ്മളോടുള്ള സ്നേഹത്തിന് കാണിച്ച ഒരു 100 മീറ്റർ നീളത്തിൽ നിരത്തി വെച്ചിരിക്കാൻ പുള്ളി.
ഇത് തിന്നൊരു പരുവായി ഞാൻ. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ട് 1 മാസത്തേക്ക് വിശക്കത്തില്ല. കാര്യം 1 മാസം തിന്നാനുള്ള കാശ് അവിടെ കൊടുത്തു. പക്ഷെ പിറ്റേ ദിവസം അല്ല, അന്ന് രാത്രി തന്നെ വിശക്കണം. അതാണ് നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ പ്രശ്നം. അത് നിലനിൽക്കത്തൊന്നുമില്ല. മനസ്സിലായോ? അതാണ് നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ പ്രത്യേകത. എന്നാൽ അത് വേണ്ടായോ? ഭക്ഷണം വേണം. ഇതാരാ കൊടുത്തത്? ഈ നശിച്ചു പോകുന്ന ആഹാരം ആരാ കൊടുത്തത്? യേശു തലേദിവസങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നത് നശിച്ചു പോകുന്ന ആഹാരമാണ്. കാര്യം അതൊരു ടെമ്പററി റിയാലിറ്റിയാണ്. മെറ്റീരിയൽ that's something material. You know what is the problem with material things? It is temporary. അത് നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നതല്ല. അത് കർത്താവ് തന്നാൽ പോലും, കർത്താവ് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടും പിറ്റേ ദിവസം അവന് വിശന്നു. കൊടുത്തത് കർത്താവാണോ അല്ലയോ? കർത്താവ്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതിക നന്മകൾ തന്നതാരാണ്? കർത്താവാണ്. പക്ഷേ അത് പിറ്റേ ദിവസം ഇല്ലാതായിരിക്കും. അത് കർത്താവ് തന്നാലും, കർത്താവ് ഫീൽ ചെയ്താലും പിറ്റേ ദിവസം വിശക്കും. കർത്താവ് രോഗം സൗഖ്യമാക്കിയാലും പിന്നെയും രോഗം വരും. ചിലപ്പോൾ ചിന്തയുണ്ട്, കർത്താവ് രോഗം സൗഖ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു രോഗവും വരത്തില്ലെന്ന്. അല്ല, ക്യാൻസർ സൗഖ്യമാക്കിയാലും പിറ്റേ ദിവസം മലകളിയ വന്ന് ചത്തന്നിരിക്കും. അങ്ങനെ ശരിക്കുന്നു. ഞാനിന്ന് കേസിയെ പറഞ്ഞതുപോലെ സത്യം പറയുമ്പം എല്ലാം ചിരി എന്തോ ചെയ്യണം. ദാറ്റ് ഈസ് എ ഫാക്ട്. ഇമോഷണലായിട്ട് ചിലരോട് ഇനി എനിക്ക് രോഗം വരികയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കർത്താവ് പോലും പറഞ്ഞില്ല. ക്യാൻസർ സൗഖ്യമാക്കിയാലും നാളെ ചിലപ്പോൾ മലേറിയ വന്ന് മരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമാണ്, അത് കർത്താവാണോ സൗഖ്യമാക്കിയത്? ചിലപ്പോൾ കർത്താവ് അല്ലായിരിക്കും. അങ്ങനെയൊന്നുമല്ല, അത് കർത്താവ് തന്നെയാണ് സൗഖ്യമാക്കിയത്. അത് തന്നെ വിശാലം ഉപയോഗിക്കും, നിനക്ക് തോന്നിയതാ എന്നൊക്കെ. അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ക്യാൻസർ സൗഖ്യമായി, സമ്മതിച്ചു, അത് കർത്താവ് ചെയ്തതാണ്. പക്ഷേ നാളെ ചിലപ്പോൾ മലേറിയ വന്ന് മരിച്ചെന്നിരിക്കും. ബിക്കോസ് വിശപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇറ്റേണൽ അല്ല. ഫിസിക്കൽ റിയാലിറ്റീസ് ആർ ടെമ്പററി റിയാലിറ്റീസ്. രോഗം എന്ന് പറയുന്നത് ഒരു ടെമ്പററി റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ രോഗസൗഖ്യം എന്ന് പറയുന്നതും ഒരു ടെമ്പററി റിയാലിറ്റിയാണ്. വേറെ രോഗം വന്നിരിക്കും. ഇതൊന്നും വേണ്ട. കർത്താവ് ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ശരിയല്ലേ? എന്തിയാ ലാസർ പിന്നെ മരിച്ചു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് physical resurrection is a physical reality and that is only a temporary reality. മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർന്നു വന്നാലും ഇപ്പോൾ നമ്മളെ കർത്താവ് വരുമ്പോഴത്തെ ഉയർപ്പിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. You see, it is quite possible that if somebody died, if God wills, ഉള്ള ശവത്തിന്റെ എല്ലാം നടത്തി ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ വിവരങ്ങളെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഒന്നുമില്ല. എഴുന്നേക്കും അതും ഇല്ല. നമ്മളിതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതല്ല, ഇല്ലേ? ചുമ്മാ ഈ ഇമോഷണലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമൊന്നും. എന്നിട്ട് പിന്നെ അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യം. മരണം എന്ന് പറയുന്നത്, രോഗം എന്ന് പറയുന്നത് കർത്താവ് തരുന്നതാണ്. ആ രോഗസൗഖ്യം എന്ന് പറയുന്നത് കർത്താവ് തരുന്നതാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാലും പിന്നെയും മരിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് എ ഫിസിക്കൽ റിയാലിറ്റി. എവ്രിതിങ് ദാറ്റ് യു ഗെയിൻ ഇൻ യുവർ ബോഡി ഫിസിക്കലി, ദാറ്റ് ഈസ് ഓൺലി എ ടെമ്പററി റിയാലിറ്റി, ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞത് കർത്താവ് ഫീഡ് ചെയ്താലും നാളെ നമുക്ക് പിന്നെയും വിശക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി കാംക്ഷിപ്പിൻ, പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇന്നലെ 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. കർത്താവ് പറഞ്ഞ ഇതാണ്. അതിപ്പോ ഞാൻ തരണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പം ഹേരോദാവ് നിശ്ചയിച്ചാലും 5000 പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതിനിപ്പോ കർത്താവ് ഇറങ്ങി വരണമെന്നൊന്നും നിർബന്ധമില്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഹേരോദാവിനെ കൊണ്ട് പറ്റും. ഇനി
പീലാത്തോസ് നിശ്ചയിച്ചാൽ ചിലപ്പോൾ 50,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. റോമിലെ സീസർ നിശ്ചയിച്ചാൽ 5 ലക്ഷം പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാം. There are things that Jesus can do and there are things that only Jesus can do. രണ്ടും ഡിഫറൻ്റ് ആണ്. കർത്താവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അത് വേറെ പലവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇപ്പൊ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുക. നിങ്ങൾ ജോലിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഉപവസിച്ചങ്ങ് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിച്ച പ്ലാനെന്നൊന്നും പറയണ്ട. യൂസഫലി എത്ര ഉപവസിച്ചിട്ട് അയാൾക്ക് ഇത്രയും കാശ് കിട്ടി? ബിൽ ഗേറ്റ്സ് അല്ല ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണോ അയാള് കമ്പനി ഇത്രയും വളർന്നത്? അങ്ങനൊന്നും ഇല്ല. കർത്താവിന് നിങ്ങളോട് കരുണ തോന്നി നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ ഉപവാസത്തിന്റെ കൂടുതലോടൊന്നുമല്ല, കർത്താവിന്റെ മനസ്സറിവ് കൊണ്ടാണ്. രണ്ട് ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് എന്തോന്ന് പിടിച്ചു വെച്ച് എന്തിനാ പിടിച്ചു വെക്കുന്നു? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം. നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരു രീതിയിലും സഹായിക്കരുതെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് കർത്താവെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. നിങ്ങളെ സഹായിക്കാൻ നോക്കിയിരിക്കുക കർത്താവ്. അങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നും. അത് തന്നെയാണ് നിങ്ങൾ നമ്മൾ പിടിച്ചു വെച്ച കർത്താവിന്. ഇതൊക്കെ മണ്ടത്തരമാണ് പറയുന്നത്. നിങ്ങളുടെ കർത്താവിനോട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഹി ഈസ് യുവർ ഫാദർ ആൻഡ് ഗോഡ് വിൽ ഡു ദാറ്റ്. ഒരു ഉപവാസത്തെ കുറിച്ച് ഒരാൾ ബുക്ക് എഴുതുക ഞാൻ ഇവിടെ കണ്ടു. ഒരു കൊച്ചു ചെറിയ ബുക്കാണ്. ഇതെഴുതിയിരിക്കുക. മലയാളികൾക്ക് അറിയാം, അല്ലെങ്കിൽ മലയാളം നമ്മുടെ കേരളത്തിൽക്കാർക്ക് അറിയാവുന്നു. നിങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കാര്യം സാധിക്കും വരെയും ഉപവാസം ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലെ കാര്യം സാധിക്കും വരെയും നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടെ ഇരിക്കും. സ്വർഗത്തിലല്ല, പിണറായി വിജയനാണ്. അവിടെ ഇരിക്കുന്നത് it is your Father God. ചിലപ്പോൾ ബ്രദറെ ഇത് കേൾക്കുമ്പോൾ എന്നെ ആളുകൾ പ്രശ്നം. ആ വിധവ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര എന്താ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടല്ലേ ആ വിധവയ്ക്കില്ലേ ഉള്ളവിടെ. എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ ചോദിക്കും. എന്താ ആ ഉപമയുടെ അർത്ഥം? ആ ഉപമ ഒരു പാരബിൾ എന്നതിനേക്കാൾ ഒരു പാരഡോക്സ് കാണിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയുന്നു, മനുഷ്യനെ ഭയവും ദൈവത്തെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപതി. അവൾക്ക് കാര്യം സാധിച്ചു കൊടുക്കുവാൻ ഈ ദുഷ്ടനായ ന്യായാധിപതി തയ്യാറായി. അവൾ വളരെ ബുദ്ധിമുട്ടി, ചെല്ലുന്നിടത്തെല്ലാം ചെന്ന് അയാളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് ഒടുവിൽ എന്ത് ചെയ്തു? കാര്യം സാധിച്ചു. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളും ഇതുപോലെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കണം എന്നാണ് പ്രസംഗിക്കുന്നവർ പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം അതേ അല്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്നാൽ കർത്താവ് പറയുക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആരോരുമില്ലാത്ത ഒരു വിധവയാണ് അവരെ. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ആ വിധവയെ പോലല്ല. കാര്യം നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവാണ്. പിന്നെ അവൻ അനീതിയുള്ള ന്യായാധിപതിയാണ്. പക്ഷെ നിങ്ങൾ ചെന്നിരിക്കുന്നത് അനീതിയുള്ള ഒരു ന്യായാധിപതിയുടെ മുമ്പിൽ അല്ല. അതാ ഉപമയുടെ അർത്ഥം. You have a God who is your Father and you are not a person who is a destitute. No, you are different than that woman and your God is not like that unrighteous judge. അവിടെ പാരബിൾ അല്ല, പാരഡോക്സ് ആണ്. അങ്ങനെ ദുഷ്ടനായ ഒരു ന്യായാധിപതി അനാഥയായ ഒരു വിധവയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുമെങ്കിൽ, നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്, നിങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എത്ര അധികം ചെയ്യും എന്നാണ് ആ ഉപമയുടെ അർത്ഥം. നമ്മൾ എല്ലാം പ്രശ്നം ഇതാണ്. വേദോസം വ്യാഖ്യാനിക്കുന്നതൊക്കെ അങ്ങ് നമ്മളുടെ ഹ്യൂമൻ ബേയിൽ നമ്മൾ വ്യാഖ്യാനിച്ചു വരും. കർത്താവ് പറയുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി കാംക്ഷിപ്പിൻ, അത്
മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കാര്യം അത് തരാൻ ഹേരോദാവിന് പറ്റില്ല, അത് തരാൻ പീലാത്തോസിന് പറ്റില്ല, അത് തരാൻ റോമിലെ സീസർക്ക് പറ്റില്ല, അത് തരാൻ എനിക്ക് മാത്രമേ കഴിയൂ. അവിടെ ഞാൻ പറഞ്ഞത്, there are things that Jesus can do and there are things that only Jesus can do. The other things Jesus will do. അത് തരാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ അത് ദൈവം ആർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കും. ആർക്ക് വേണ്ടി? അതിനുവേണ്ടി ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ കർത്താവ് പറയുന്നു, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകുന്നില്ല. ഇത് ഒത്തിരി വേണ്ട ഇതാണ്. അതിനുശേഷം കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാം. ഇവന്മാർ ഭയങ്കര പാർട്ടികളായി യഹൂദന്മാരെ. അവർ പറഞ്ഞു, ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. അത് നിന്നെ എങ്ങനെ വിശ്വസിക്കുന്നത്? ഇവന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്. നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ഈ അടയാളം കാണിച്ചാൽ പോരാ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന കൊടുത്തു. ഇന്നലെ നീ എന്താ കാണിച്ചത്? ആ ചെറുക്കൻ്റെ അപ്പം വാങ്ങിച്ചിട്ട് വലിച്ചു കളി ഞങ്ങളെക്കൂടെ കൊടുത്തല്ലേ? അതുപോലെ നീ മശിഹയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മോളിൽ നിന്ന് അപ്പം താഴോട്ട് വീഴണം. ഇതാണ് അവർ പറയുന്നത്. That's what they are saying. And Jesus said, that's me. മോളിൽ നിന്ന് താഴോട്ട് വീണ അപ്പം ഞാനാ. എന്നെ തിന്ന്. ഇന്നലെ ഞാൻ തന്ന അപ്പം തിന്നു, ഇന്ന് നിങ്ങൾ എന്നെ തിന്നണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. This is the message of John chapter 6. Instead of eating the food that Jesus gave, that was necessary and God gave it to you, but now I am asking you to eat me so that you will have eternal life. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ തിന്നേണ്ടത് യേശുവിനെയാണ്. അതായത് ജീസസ് ഷുഡ് ഗോ ഇൻസൈഡ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് എ കവനന്റ്. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈംസിലും ഏൻഷ്യൻ നിയർ ഈസ്റ്റിലും എല്ലാം ഉള്ള ഈ കവനന്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. വെൻ ദേ മേക്ക് എ കവനന്റ്, ആഫ്റ്റർ ദ കവനന്റ്, നമ്മൾ കോൺട്രാക്ട് എഴുതുമ്പോൾ അവസാനം നമ്മൾ സൈൻ ചെയ്യില്ല. അന്ന് സൈൻ ചെയ്യാൻ പേപ്പറൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർ ചെയ്തിരുന്നത്, ഇത് കോൺട്രാക്ട് അല്ല, കോൺട്രാക്ട് ഇസ് ഡിഫറെന്റ്, ഇറ്റ്സ് കവനന്റ്. ഉടമ്പടിയുടെ ഒടുവിൽ ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, both the parties will sit together and they will eat from the same plate, and they are saying, when you eat this food, through this food I'm coming inside you and you are coming inside me, and now if somebody touches you, he touches me because I am inside. I'm going to stay, I'm going to live inside you. ഇതാണ് ശരിക്കും കവനന്റ് എന്ന് പറയുന്നത്. ഇത് ഓൾഡ് ടെസ്റ്റമെന്റിലുടനീളം നമ്മൾ കാണുന്ന കാര്യമാണ്. ഇൻക്ലൂഡിങ് ഇപ്പോൾ നോഹയുമായിട്ട് നടക്കുന്ന ഉടമ്പടിയിൽ, നോഹയുടെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോഹ ഒരു യാഗം അർപ്പിക്കുന്നു. യാഗം അർപ്പിക്കാൻ എഴുതിയിരിക്കുന്നത് അതിൻ്റെ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ. ഇറ്റ് സ്പീക്സ് അബൌട്ട് ഫുഡ്. സോ ദി കവനന്റ്. അതിനുശേഷമാണെങ്കിലും അബ്രഹാം അബിമേലെക്കുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ they were eating food. And even in Mount Sinai, you know what is happening? Eating food. And it says that through this food, God is going to live inside you. And the Jewish people knew this very well. അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. കർത്താവ് പറയുന്നത് എന്നാണെന്നറിയാമോ? ഇന്നലെ ഞാൻ നശിച്ചു പോകുന്ന ആഹാരം നിന്ന് തന്നു, പക്ഷേ ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്, you need to make a covenant relationship with me. ഞാനുമായിട്ട് നിങ്ങളൊരു ഉടമ്പടി ചെയ്യണം. ആ ഉടമ്പടിയിലൂടെ എന്താണ്? I'm going to stay inside you. I'm going to abide in you. ഞാൻ നിങ്ങളിലേക്ക് കയറിയിരിക്കാൻ പോവുകയാണ്. You get me? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതൊന്നും വേണ്ട, കവനന്റ് ഒന്നും വേണ്ട. We will come for your meeting if there is eating after the meeting. കവനന്റ് ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, you yourself are saying, you will come inside us and stay inside us and control our life.
And that is a union, perfect union with you and us. കവനന്റിന്റെ പ്രത്യേകത ഏതാണ്? പെർഫെക്റ്റ് യൂണിയനാണ്. അല്ലെങ്കിൽ അകത്ത് കയറിയിരിക്കുന്ന ആ ഒരു കാര്യം ശരിയാവില്ല. യു അണ്ടർസ്റ്റാൻഡ്? ദ യൂണിയൻ, ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. എന്താണ്? മേക്കിംഗ് എ കവനന്റ് വിത്ത് ജീസസ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്? ആൻഡ് ജീസസ് ഈസ് കമ്മിങ് ഇൻസൈഡ് us. And he started living inside me. അതാണ് കവനന്റ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാത്തത് കൊണ്ടാണ്, അതുണ്ടാകാതെയുള്ള ഈ ആദ്യം ഒന്ന് ആഹാരം കഴിക്കുന്ന കാര്യം മാത്രമേ ഇന്ന് സഭയിൽ നടക്കുന്നുള്ളൂ. And we are not asking people to receive Jesus inside and allow him to stay inside you. നമ്മൾ ചുമ്മാ പറയും നീ യേശുവിനെ സ്വീകരിക്കുന്നു. ഇന്നത്തെ ഒരു വലിയ ഒരു പ്രോബ്ലം എന്നറിയാം. നമ്മൾ എന്താ ഒരു സിമ്പിൾ പ്രയർ കൊണ്ട് കാര്യങ്ങളെല്ലാം തോന്നുന്ന പ്രാർത്ഥിച്ചാൽ ഞാൻ പറയുന്ന വാക്കുകൾ ഏറ്റു പറയണം. അത് തെറ്റല്ല, പക്ഷേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവേ കർത്താവേ ഞാനൊരു ഭാവിയാണ്, കർത്താവേ നീ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എൻ്റെ ഉള്ളിലേക്ക് വരണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് പറഞ്ഞത് ഇനി നാളെ തൊട്ട് സ്വർഗത്തില്ല. അങ്ങനെ ഒരു സിമ്പിൾ പ്രയർ കൊണ്ടൊക്കെ സ്വർഗത്തിൽ പോകാമായിരുന്നെങ്കിൽ എന്ത് ഈസിയായിരുന്നു. നോ, ദാറ്റ് ഈസ് എ ഡിസപ്ഷൻ. ഇന്നിപ്പോൾ അതുപോലും വേണം. പണ്ടിങ്ങനെ മുന്നേ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിക്കാനൊക്കെ ആൾ വരാതായപ്പോഴത്തേക്ക് ഈ പ്രസംഗിക്കുന്നവർക്ക് ഒരു മോഹമുണ്ടല്ലോ, അയാളുടെ പ്രസംഗത്തിന്റെ എഫക്റ്റ് കാണിക്കാനായിട്ട് അവർ പറയാൻ തുടങ്ങി. ആൾക്കാർ മുന്നോട്ട് പറയും, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തിയാൽ. അപ്പൊ തല ചോദിക്കാനാണെന്ന് അറിയത്തില്ല, കൈ പൊക്കി കഴിഞ്ഞാൽ സന്തോഷം, എഴുന്നേൽക്ക് പോലും വേണ്ട. ഇപ്പൊ അതും വേണ്ട, ടിക്കറ്റാ മതി. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ടിക്ക്, ഓ രക്ഷിക്കപ്പെടും. എന്ത് ഈസിയാണ് രക്ഷിക്കപ്പെടുന്നത്. ഇവിടെയുള്ളവരെ അങ്ങനൊന്നും ആരും രക്ഷിക്കപ്പെടുത്തൊന്നുമില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കവനന്റിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഉടമ്പടി കഴിഞ്ഞുള്ള പ്രത്യേകത യേശു ഉള്ളിലേക്ക് കയറി നിങ്ങളെ ഭരിക്കുകയാണ്. അതാണ് രാജാവാക്കുന്നത്. ഇന്നലെ അവർ രാജാവാക്കാൻ പരിശ്രമിച്ചു. കർത്താവ് പറഞ്ഞു ആ പണി വേണ്ട, പക്ഷേ ഞാൻ രാജാവായിട്ട് നിന്റെ ഉള്ളിൽ കയറി നിന്നെ ഭരിക്കും. ഇപ്പൊ രാജാവായി. അതാ യഥാർത്ഥത്തിലുള്ള രാജാവ്. അത് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് കഠിനവാക്കിയത് ആൾക്ക് അനുസരിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞു പൊക്കോ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. 12 പേര് മാത്രമാണ്. ഇന്നലെ ഒരു 10,000 പേരെങ്കിലും കാണും. പക്ഷെ ഇന്നിപ്പോ എത്ര പേരേ ഉള്ളൂ? 12 പേര്. കർത്താവ് എന്നെ പറഞ്ഞു, സഹോദരന്മാരെ കണ്ടില്ലയോ, ഞാൻ ഇന്നലെ അപ്പം കൊടുത്തേക്കാൻ തിന്നേച്ച് പോയത് കണ്ടോ, നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകല്ലേ എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തിനാണ് നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? പോകോ. ഇതാ യേശുവിന്റെ പ്രത്യേകത. യേശുവിന്റെ പ്രത്യേകത ഇതാ. കാല് പിടിച്ചൊന്നും ആരെയും കൊണ്ടുവരുന്നോ അല്ല യേശുവിന്റെ പ്രത്യേകത. സ്നേഹമൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്, പക്ഷേ കോംപ്രമൈസ് ഇല്ല. Jesus was an uncompromising man, and God wants us to be uncompromising. എന്താ കർത്താവ് പറയുന്നത്? I want to see that I am coming inside you and control. I want to control your life. I want to be the king of your life. അതേ ഉള്ളൂ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം. There is nothing else. That is covenant. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. I want to tell you, നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇന്നത്തെ പ്രസംഗങ്ങളിൽ 90% യേശുവിനെ രാജാവാക്കിയാൽ ഭക്ഷണം കിട്ടുമെന്ന് പറയുന്നതാണ്. അത്രേ ഉള്ളൂ. നിന്റെ കൈയുടെ രോഗം മാറും, നിന്റെ ശാപം മാറും, അത് മാറും, ഇത് മാറും എന്നൊക്കെ പറയുന്ന വ്യാജ പ്രസംഗങ്ങൾ. നിത്യജീവനെ കുറിച്ച് ആരും പറയുന്നില്ല. ക്രിസ്തോസ് തിരുമേനി പറഞ്ഞൊരു തമാശയോടെ ഞാൻ പെട്ടെന്ന് പറയാം. ഒരു വലിയൊരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 12,000 പേരുള്ള ട്രെയിനാണ്. ആ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ പ്രശ്നം, ഈ സ്പെഷ്യലിസ്റ്റുകൾക്കൊന്നും എല്ലാവരെയും ഒന്നും നോക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി. അപ്പോൾ ആദ്യം ഒരു ബോഡി അവിടെ കിടക്കുകയാണ്, ഒരാൾ അവിടെ കിടക്കുക. ഒരു ഓർത്തോപീഡിക് സർജൻ വന്ന് അയാൾ നോക്കുമ്പോഴത്തേക്ക് കാലൊടിഞ്ഞിരിക്കുക. പെട്ടെന്ന് ഇയാൾ കാലിൻ്റെ ഗ്ലാസ് എടുത്ത് അങ്ങ് പോവുക. കാര്യം അടുത്താളെ നോക്കണ്ടേ, സമയമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് യൂറോളജിസ്റ്റ് വന്നപ്പോഴാണ് മൂത്രം പോകുന്നില്ലെന്ന് മനസ്സിലായത്. ഇയാളൊരു കത്തീഡ്രലൊക്കെ ഇട്ട് യൂറിൻ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു സർജൻ വന്നപ്പം വയറെല്ലാം കീറിയിരിക്കുക.
അയാൾ പെട്ടെന്ന് സ്റ്റിച്ച് ഇട്ടു. പിന്നെ അയാൾക്ക് നോക്കാൻ നേരെയില്ല, കാര്യം ആളുകളൊക്കെ അല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ന്യൂറോ സർജൻ വന്നത്. അയാൾ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് തലയില്ലെന്ന്. അപ്പൊ തലയില്ലാത്ത ബോഡിയെ പ്ലാസ്റ്റർ ഇട്ട് മുദ്രമൊക്കെ പോയി എല്ലാം ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇന്നത്തെ ക്രൂസൈഡ് വിളിച്ചേഴ്സ്. അവന് തല വിഷയമല്ല, നിത്യജീവൻ വിഷയമല്ല. നിന്റെ രോഗം മാറും, നിന്റെ കടം മാറും, അത് മാറും, ഇത് മാറും. എടാ, തലയുണ്ടെങ്കിൽ കടം മാറിയാൽ കുഴപ്പമില്ല. തലയില്ലാത്തവന്റെ കടം മാറ്റിയിട്ട് നീ എന്തൊടുക്കാനാണ്? ഹല്ലേലൂയ, ആമേൻ. കവനന്റ് റിലേഷൻഷിപ്പ്. നിത്യജീവനിലേക്ക് നിലനിൽക്കണമെങ്കിൽ യേശു ഉള്ളിൽ കയറി രാജാവാകണം. പുറത്തു നിന്ന് രാജാവായി നമുക്ക് നമ്മുടെ ചില്ലറ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് കാര്യമില്ല. ക്ലോസ് യുവർ ഐസ്. ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ രാജാവാക്കിയിരിക്കുന്നത് യേശുവിനെ പുറത്താണ്. ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ആ ഉടമ്പടിയുടെ ബന്ധത്തിൽ എൻ്റെ ഉള്ളിൽ കയറി എന്നെ നീ ഭരിക്കണം. എത്ര പേര് ദൈവസന്നിധിയിൽ പറയും? കാര്യങ്ങളെ ഉയർത്തി കർത്താവിനോട് ഒരു മിനിറ്റ് പറയും, കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് എന്നെ ഭരിക്കണമേ. അങ്ങനെ നീ എന്നെ രാജാവാക്കണമേ. ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ഞാൻ പ്രവേശിക്കണമേ. കർത്താവേ, നീ എന്നെ നിയന്ത്രിക്കണമേ. നിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിൽ, നിന്റെ രാജത്വത്തിന്റെ കീഴിൽ എൻ്റെ കയ്യും കാലും കണ്ണും കരളും എല്ലാം നീ നിയന്ത്രിക്കണം. യേശുവിന്റെ നാമത്തിൽ